ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ വീണ്ടും പ്രദർശനത്തിനെത്തുന്നു. നവോദയ അപ്പച്ചൻ നിർമ്മിച്ചിരിക്കുന്ന ചിത്രം ജിജോയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ചില മാറ്റങ്ങളോടെയാണ് ഇത്തവണ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പ്രേക്ഷകരെ തേടിയെത്തുന്നത്. ചിത്രം ഈ മാസം 31-ന് തിയേറ്ററുകളിലെത്തും. ആയിരത്തി 1984 പുറത്തിറങ്ങി ഇന്ത്യൻ സിനിമയിൽ സാങ്കേതിക വിപ്ലവം സൃഷ്ടിച്ച മലയാള ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ വർഷങ്ങൾക്കു ശേഷം വീണ്ടും എത്തുകയാണ്. 3Dയോടൊപ്പം മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ ഡിജിറ്റൽ പതിപ്പാണ് ഇപ്പോൾ പ്രദർശനത്തിനൊരുങ്ങുന്നത്. മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലുമായി ഏതാനും രംഗങ്ങൾ കൂട്ടിച്ചേർത്താണ് സംവിധായകൻ ജിജോ കുട്ടിച്ചാത്തനെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രകാശ് രാജ്, സന്താനം, ഊർമിള മണ്ടോദ്കർ എന്നിവർ പുതിയ പതിപ്പിൽ അഭിനയിക്കുന്നുവെന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. കണ്ടോ കണ്ടോ മധുമാന്ത്രികം കണ്ടോ, കേട്ടോ കേട്ടോ മായാമന്ത്രവും കേട്ടോ. ആൾതാമസമില്ലാത്ത പഴയ തറവാട്ടിൽ മാന്ത്രിക വിദ്യയാൽ തളയ്ക്കപ്പെട്ട കുട്ടിച്ചാത്തനെ നിധി തേടിയെത്തിയവരും കുട്ടികളും അറിയാതെ സ്വതന്ത്രനാക്കുകയാണ്. കുട്ടികളുടെ കൂട്ടുകാരനായി കൂടെ കൂടുന്ന ചാത്തൻ ഒപ്പിക്കുന്ന രസകരമായ സംഭവങ്ങളും ചാത്തനെ തിളക്കാൻ മന്ത്രവാദി നടത്തുന്ന ശ്രമങ്ങളുമാണ് കുട്ടിച്ചാത്തന്റെ പ്രമേയം. ഇന്ത്യൻ സിനിമയിൽ DTS സംവിധാനം ആദ്യമായി ഉപയോഗിച്ച ചിത്രം ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയെന്ന ഖ്യാതിയും സ്വന്തമാക്കി. ഇളയരാജ സംഗീതമൊരുക്കിയ ചിത്രത്തിലെ പാട്ടുകളും ഹിറ്റായി മാറി. നവോദയയുടെ ബാനറിൽ നവോദയ അപ്പച്ചൻ നിർമ്മിക്കുന്ന ചിത്രം ജിജോ തന്നെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ൽ ചരിത്ര വിജയമായ ചിത്രം 97-ൽ DTS ശബ്ദ സംവിധാനങ്ങളോടെ റിലീസ് ചെയ്തപ്പോഴും മികച്ച വിജയം സ്വന്തമാക്കി. തുടർന്ന് ഛോട്ടാ ചേതൻ എന്ന പേരിൽ ചിത്രം ഹിന്ദിയിലേക്കും ഡബ് ചെയ്തു. അത്ഭുതങ്ങളോടൊപ്പം ഭയപ്പെടുത്തുകയും രസിപ്പിക്കുകയും ചെയ്ത മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ പുത്തൻ പതിപ്പും പുതിയ ദൃശ്യാനുഭവത്തിന് സാക്ഷ്യം വഹിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. Entertainment Desk, India Vision.